Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് നമുക്ക് ഒരു മീൻ കറി ആയാലോ. മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വറ്റ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള 1/2 kg ക്ലീൻഡ് ആയിട്ടുള്ള വറ്റയാണിത്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള ഒരു കൊച്ചി സ്റ്റൈൽ മീൻ കറിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഒപ്പം തന്നെ 3 ടീസ്പൂൺ ചെറിയുള്ളിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും നമുക്ക് ചേർക്കാം. നമ്മൾ ചേർത്തേക്കുന്ന ഈ ചേരുവകളൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഈ ചേരുവകളൊക്കെ കൂടെ മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലായിരിക്കണം വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുടംപുളി ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. 2 വലിയ കഷ്ണം കുടംപുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. കുടംപുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുമ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ കുടംപുളി പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ മീൻ കറി മാറും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി മുറിയിൽ നിന്ന് കിട്ടുന്ന പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1-ാം പാല് 2-ാം പാലെന്നില്ല, ചിരണ്ടിയ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാക്സിമം കിട്ടാവുന്ന തേങ്ങാപ്പാൽ ഞാൻ സ്ക്വീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന തേങ്ങയുടെ പാല് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ മീൻ വെന്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇളക്കാൻ ശ്രമിച്ചാൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മീനിൻ്റെ കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ചട്ടിയോടുകൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് മീനിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ കുറച്ച് നേരം വെച്ചിട്ട് മീൻ കറി വറ്റിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ കറിയുടെ ചാറ് നല്ല കുറുകി കിട്ടും. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻകറിയുടെ വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാനുണ്ട്. 1 നുള്ള് ഉലുവ പൊടിച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ്. മീനിൻ്റെ കഷ്ണങ്ങളിൽ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് മീനിന് നല്ല ടേസ്റ്റ് തോന്നുന്നത് പിറ്റേ ദിവസമായിരിക്കും. ഈ സിമ്പിൾ മീൻ കറി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.